നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള കാഞ്ഞൂർ പള്ളിയിലാണ്. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പെരുന്നാളിൽ സംബന്ധിക്കാനും പെരുന്നാൾ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ക്രിസ്തുവർഷം 1001 സ്ഥാപിതമായ ഈ ചരിത്ര പ്രസിദ്ധമായ ദേവാലയം ആലുവ കാലടി റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദൈവമാതാവിന്റെ നാമത്തിനുള്ള മനോഹരമായ ഈ പുരാതന ദേവാലയം ഭാരതീയ വാസ്തുശില്പവിദ്യയും പേർഷ്യൻ നിർമ്മാണ ശൈലിയും പോർച്ചുഗീസ് ശില്പനിർമ്മാണ ചാതുര്യവും ഒത്തുചേർന്ന ക്രൈസ്തവ ദേവാലയമാണ്. പുരാതന കൊത്തുപണികൾ, പഴച്ചാറും ഇലച്ചാറും തങ്കഭസ്മവും ചാലിച്ചെടുത്ത ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമായ അൾത്താരകൾ, മനോഹരമായ പെയിന്റിങ്ങുകൾ, ദേവാലയ മുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ്, പ്രധാന കവാടമായ ആനവാതിൽ, കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ, താമരപ്പൂവിന്റെ രൂപത്തിലുള്ള ഒറ്റക്കൽ മാമോദീസ തൊട്ടി, വട്ടെഴുത്ത് ലിപിയിലുള്ള കല്ലറ തറക്കല്ലുകൾ, പരിശുദ്ധ രൂപിയുടെ പ്രതീകമുള്ള ചാരുതയാർന്ന പ്രസംഗപീഠം, പുരാതനമായ താളിയോലകൾ എന്നിവയെല്ലാം നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്മരണകളും ഉണർത്തുന്നവയും കാഞ്ഞൂരിന്റെ പഴമ ലോകത്തോട് വിളിച്ചോതുന്നവയുമാണ്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയമെങ്കിൽ വിളിച്ചുകേട്ട കാഞ്ഞൂർ പുണ്യവാളൻ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുഗ്രഹീത സാന്നിധ്യവും അത്ഭുത ശക്തിവിശേഷങ്ങളും കാഞ്ഞൂരിനെ മധ്യ കേരളത്തിലെ പ്രസിദ്ധിയാർജിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നു. അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മചൈതന്യവുമായി വിളങ്ങുന്ന കാഞ്ഞൂർ പുണ്യവാളനെ ഒരു നോക്ക് കാണുവാൻ ജാതി മതഭേദമില്ലാതെ എല്ലാ ജനങ്ങളും കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാഞ്ഞൂരിൽ നിത്യവും വന്നണയുന്നു. കാഞ്ഞൂർ പുണ്യവാന്റെ പ്രഭാവത്തിനു മുമ്പിൽ രാജാക്കന്മാരും ജനങ്ങളും അത്ഭുത പരതന്ത്രരായിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. ശക്തൻ തമ്പുരാന്റെയും ടിപ്പു സുൽത്താന്റെയും പോർച്ചുഗീസ് മെത്രാന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ചരിത്ര സംഭവങ്ങൾ കൊണ്ടും സമ്പന്നമായ പെരിയാറിന്റെ തീരത്താണ് കാഞ്ഞൂർ ദേശവും ഈ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളും തകർത്തിരുന്നു. 1790 ടിപ്പു സുൽത്താൻ കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ പടയുമായി എത്തി. ടിപ്പുവിന്റെ പട വരുന്നതറിഞ്ഞ ഇടവക ജനങ്ങൾ ഓടിക്കൂടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപത്തിനു മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയെ ആക്രമിക്കുവാൻ ടിപ്പു കൽപ്പന കൊടുത്തപ്പോൾ പുണ്യവാന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ഭക്തജനങ്ങൾ സുൽത്താനോട് പറഞ്ഞു. അത് കേട്ട സുൽത്താൻ പറഞ്ഞു, ഈ കളിമൺ പ്രതിമയ്ക്ക് അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ പുണ്യവാൻ നമ്മോട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ ഭക്തജനങ്ങൾ കൂട്ടനിലവിളിയോടെ, കാഞ്ഞൂർ പുണ്യവാള, ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് വിളിച്ചപേക്ഷിച്ചു. എന്നെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉച്ചത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപത്തിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട ടിപ്പു സുൽത്താൻ കാഞ്ഞൂർ പള്ളിയെ ആക്രമിക്കാതെ തിരിച്ചു പോയെന്നാണ് ഐതിഹ്യം. ജനുവരി 20 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണത്തിന് പുണ്യവാനെ അകമ്പടി സേവിക്കാൻ എല്ലാ വർഷവും പരുന്തുകൾ മുടങ്ങാതെ എത്തുന്നു. പ്രദക്ഷിണ സമയം പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുന്നതും തീർത്ഥാടകരെ അത്ഭുതപ്പെടുത്തുന്നു. ഈ പരുന്തുകൾ വരുന്നതിനും ഒരു ചരിത്രമുണ്ട്. പരുന്തുകളെ സെബസ്ത്യാനോസിന് വളരെ ഇഷ്ടമായിരുന്നു. സെബസ്ത്യാനോസിനെ അമ്പെയ്തിട്ടും മരിക്കാതെ വന്നപ്പോൾ ഗദ കൊണ്ട് തലക്കടിച്ച് കൊന്നു എന്നാണ് ചരിത്രം. കഴുകന്മാരും നരികളും ഉപദ്രവിക്കാതെ ആ ശരീരത്തിനു ചുറ്റും പരുന്തുകൾ കാവൽ നിന്നു. നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ മിന്നി നിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച ജനുവരി 20 തിരുനാൾ കൊണ്ടാടുന്ന കാഞ്ഞൂർ പള്ളിയിലെ പുണ്യവാന്റെ തിരുസ്വരൂപം ഇറങ്ങുമ്പോൾ മുതൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും നക്ഷത്രങ്ങൾ തെളിയുന്നതെന്നും ഭക്തർ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാഞ്ഞൂർ പള്ളിയിലെ തിരുനാളിന്റെ പ്രദക്ഷിണം വളരെ പ്രസിദ്ധമാണ്. ജനുവരി 19 തിരുനാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആദ്യ പ്രദക്ഷിണം ആരംഭിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് സമാപിക്കുന്നു. 20 ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച് 3 മണിക്ക് സമാപിക്കുന്നു. ഈ 2 പ്രദക്ഷിണവും 3 അങ്ങാടി ചുറ്റി വരുന്നു. 20 വൈകുന്നേരം 6:30 മുതൽ 8 വരെ പള്ളി ചുറ്റിയുള്ള ആഘോഷമായ സമാപന പ്രദക്ഷിണം നടക്കുന്നു. പ്രദക്ഷിണത്തിന് മുന്നിലായി 75 വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന ചെണ്ടമേളവും അതിനു പുറകിലായി മറ്റു പ്രദക്ഷിണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി 300ഓളം പൊൻവെള്ളി കുരിശുകളും അതിനു പുറകിലായി
നാനാവർണ്ണ കുടകളും അണിചേരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ച നേർന്ന് കുരിശു പിടിച്ച് പ്രദക്ഷിണത്തിൽ ഭക്തർ പങ്കെടുക്കുന്നു. ഒരിക്കൽ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നവർ പിന്നീട് എല്ലാ വർഷവും തുടർച്ചയായി തിരുനാളുകളിലും പ്രദക്ഷിണങ്ങളിലും പങ്കെടുക്കുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കാഞ്ഞൂർ പള്ളിയിലെ വെടിക്കെട്ട് വളരെ പ്രസിദ്ധമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങൾ താഴ്ന്നിറങ്ങുന്നത് കാഞ്ഞൂർ പള്ളിയോട് ചേർന്നാണ്. കാഞ്ഞൂർ തിരുനാളിന് നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന വെടിക്കെട്ടിന് തടസ്സമുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി വിമാനത്താവള അധികൃതർ തിരുനാൾ ദിവസങ്ങളിലെ വെടിക്കെട്ടിന്റെ സമയത്ത് വിമാനങ്ങളുടെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തി വിശുദ്ധന്റെ തിരുനാളിനോട് വളരെയധികം സഹകരിച്ചു പോരുന്നു. നാനാജാതി മതസ്ഥരാണ് തിരുനാൾ കൂടുവാൻ വേണ്ടി പുണ്യവാന്റെ ഈ സന്നിധിയിൽ എത്തുന്നത്.
അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടുകൂടെ അന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിലെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സാരസഭയുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗീയഗണങ്ങളോടുകൂടെ വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കാഞ്ഞൂർ പള്ളിയിലെ തിരുനാൾ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.